മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തിളങ്ങി നിൽക്കുന്ന താരങ്ങളുടെ ആദ്യ ചിത്രം ഏതായിരുന്നു എന്നത് പലർക്കും കൗതുകമുള്ള കാര്യമാണ്. നമ്മുടെ പ്രിയ താരങ്ങളുടെ ആദ്യ സിനിമയും അതിന്റെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. ചിത്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മലയാളികളുടെ പ്രിയതാരം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആദ്യ ചിത്രമായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 1979 ചിത്രീകരിച്ച MT വാസുദേവൻ നായരുടെ ദേവലോകമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നായകവേഷം. എന്നാൽ ഈ ചിത്രം റിലീസായില്ല. തോപ്പിൽ ഫാസി തിരക്കഥ എഴുതി KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ. സത്യൻ, പ്രേം നസീർ, ഷീല എന്നിവരായിരുന്നു ചിത്രത്തിലെ അഭിനേതാക്കൾ. ജൂനിയർ ആർട്ടിസ്റ്റായാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരം കൂടിയാണ് ഈ ചിത്രം. 1978 തിരനോട്ടം എന്ന മലയാള ചിത്രത്തിലൂടെ മോഹൻലാൽ 18-ാം വയസ്സിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ചിത്രം റിലീസ് ചെയ്യപ്പെട്ടില്ല. പിന്നീട് 1980 നവോദയ സ്റ്റുഡിയോയുടെ ബാനറിൽ നവോദയ അപ്പച്ചൻ നിർമ്മിച്ച് ഫാസിൽ രചനയും സംവിധാനവും നിർവഹിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് മോഹൻലാൽ മലയാള സിനിമയുടെ നിറസാന്നിധ്യമാകുന്നത്. ശങ്കറും പൂർണിമ ഭാഗ്യരാജുമായിരുന്നു ഈ ചിത്രത്തിലെ നായകന്മാർ. ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് സുരേഷ് ഗോപി. 1965 P. കേശവദേവിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചാണ് സുരേഷ് ഗോപി തന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. സത്യൻ, പ്രേം നസീർ, KR വിജയ, കവിയൂർ പൊന്നമ്മ എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ നടനാണ് ശ്രീനിവാസൻ. പിന്നീട് മലയാള സിനിമയിലെ എല്ലാ രംഗങ്ങളിലും തന്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചു. ഒരു നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, മാടപ്പിറാവിന്റെ കഥ, KG ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ ത്യാഗരാജന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. ആയിരത്തി 1992 രഘുനാഥ് പലേരിയുടെ രചനയിൽ കമൽ സംവിധാനം ചെയ്ത് മുദ്ര ശശി നിർമ്മിച്ച എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപ് മലയാള സിനിമയിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. മുകേഷ്, മധു, സിദ്ദിഖ് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. പിന്നീട് നായക പ്രാധാന്യമുള്ള ചിത്രങ്ങളായ ഏഴരക്കൂട്ടം, മാനത്തെ കൊട്ടാരം, സല്ലാപം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ചു. പിതാവ് ബോബൻ കുഞ്ചാക്കോ 1981 നിർമ്മിച്ച ധന്യ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് കുഞ്ചാക്കോ ബോബൻ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് 1997 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റൊമാന്റിക് ചിത്രമായ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ നായകനായി മലയാള സിനിമയിലെ റൊമാന്റിക് ഹീറോയായി. ശാലിനി ആയിരുന്നു ചിത്രത്തിലെ നായിക. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. അക്കാലത്ത് 11 തിയേറ്ററുകളിൽ 125 ദിവസവും 7 റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 150 ദിവസവും തികച്ച ചിത്രം 300 ദിവസം ഒരു തിയേറ്ററിൽ തുടർച്ചയായി പ്രദർശിപ്പിച്ചു. ഇന്ന് ഫഫ എന്ന് അറിയപ്പെടുന്ന ഫഹദ് ഫാസിൽ സംവിധായകൻ ഫാസിലിന്റെ മകനാണ്. തന്റെ പിതാവിന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ റൊമാന്റിക് ചിത്രമായ കയ്യെത്തും ദൂരത്തിലൂടെയാണ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. എന്നാൽ ആ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. പിന്നീട് 7 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം 2009 പുറത്തിറങ്ങിയ കേരള കഫേ എന്ന ആന്തോളജിയിലൂടെ മലയാള സിനിമയിലേക്ക് തിരികെ എത്തി. പിന്നീട് അങ്ങോട്ടേക്ക് നിരവധി ചിത്രങ്ങൾ. ഇന്ന് ഒരു പാൻ ഇന്ത്യൻ താരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ നടൻ. ഇവരിൽ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. കൂടുതൽ താരങ്ങളുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.